ദ ഫേമസ് ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. നമ്മുടെ ഭൂമിയിൽ ഓരോ ജീവജാലങ്ങളും സർവൈവലിന് വേണ്ടി ഓരോ രീതിയിൽ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ സിമ്പിളായ ബയോമോളിക്യൂൾസിലെ ലൈഫ് പ്രോസസ്സിൽ നിന്ന് ഇത്രയും ഡൈവേഴ്സായ ഒരു രീതിയിൽ സർവൈവലിൻ്റെ ഭാഗമായി ഓരോ സ്പീഷീസിനും ഓവർകം ചെയ്യേണ്ടതായ ഓരോ ചലഞ്ചസും ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 ബില്യൺ പോപ്പുലേഷനുള്ള ഹോമോസേപ്പിയൻസ് ആയ നമുക്ക് സർവൈവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചലഞ്ചസ്? സർഫസ് ലെവലിൽ നോക്കിയാൽ ഫോർ അസ് ഇപ്പോൾ എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. ആഹാരം, വെള്ളം തുടങ്ങി പറഞ്ഞു പോയാൽ എല്ലാം വേണമെങ്കിൽ വി നീഡ് ടു ഫൈറ്റ്. അതും ഫിസിക്കൽ ഫൈറ്റിനേക്കാളും മെൻ്റൽ ഫൈറ്റ്. പൈസ കൊടുത്ത് ജീവിക്കുന്ന ഒരേ ഒരു ലിവിങ് ബീയിങ് ആണ് നമ്മൾ. ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ആസ് എ സ്പീഷീസ് നമുക്ക് സർവൈവലിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സൂര്യൻ നശിക്കുന്നതിന് മുമ്പ്, ഒരു ആസ്ട്രോയിഡ് വന്നിരിക്കുന്നതിന് മുമ്പ്, ടെക്ടോണിക്സ് മാറുന്നതിന് മുമ്പ് വി നീഡ് ടു ഫൈൻഡ് എ ന്യൂ ഹോം. അതിനുള്ള ഇൻ്റലിജൻസ് ലെവൽ നമുക്കായിട്ടുണ്ട്. നമുക്കതായിട്ടുണ്ടെങ്കിൽ വേറെയും ഇൻ്റലിജൻറ്റ് ബീയിങ്സിന് അതായിട്ടുണ്ടാവാമല്ലോ. എന്നിട്ടും സ്വന്തം പ്ലാനറ്റ് വിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു സിവിലൈസേഷനെയോ അവരുടെ സിഗ്നലോ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അവർ നമ്മളെയും കാണാൻ വന്നിട്ടില്ല. സോ ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് പറയുന്നത് ഒരു സിവിലൈസേഷൻ എത്ര ഇൻ്റലിജൻ്റ് ആയി വന്നാലും അവയെ ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിനോ പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നതിനോ ഉള്ള ലെവലിൽ എത്തിക്കില്ല. അതിനു മുമ്പേ ഇവ എക്സ്റ്റെൻഡ് ആയി പോവുകയോ ടെക്നോളജി സ്റ്റാഗ്നൻ്റ് ആവുകയോ റിസോഴ്സുകൾ ഇല്ലാണ്ടാവുകയോ ഒക്കെ ചെയ്തെന്നിരിക്കാം. ലൈക്ക് എ ഫിൽട്ടർ. നമ്മളെ തന്നെ ഉദാഹരണമായി എടുത്തു നോക്കിയാൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എത്തിയ നമുക്ക് ഇപ്പോൾ അറിയാം ഹ്യൂമാനിറ്റി എങ്ങനെയൊക്കെ ഇല്ലാണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. ഒന്നുകിൽ തമ്മിത്തല്ലി ഒരു ന്യൂക്ലിയർ വാർ, അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഡെത്ത്, അല്ലെങ്കിൽ ടെക്ടോണിക്സ്. മേ ബി ഈ ഫാക്ടേഴ്സ് ഒരു സിവിലൈസേഷനെയും ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിനോ വേറെ പ്ലാനറ്റുകളെ കോളനൈസ് ചെയ്യാനോ ഒന്നും സാധ്യമാക്കില്ലായിരിക്കും. ദാറ്റ്സ് വൈ ഇതുവരെയും നമ്മൾ ആരെയും കണ്ടെത്തിയിട്ടില്ല. ഇതാണ് ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസിൻ്റെ കൂടെ വരുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനൊരു ഫിൽട്ടർ ഉണ്ടെങ്കിൽ, അതാണ് ഏലിയൻസിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തതെങ്കിൽ, ഭൂമിയിലെ മനുഷ്യർ ഈ ഫിൽട്ടറിൽ എവിടെയാവും? ഈ ഫിൽട്ടർ പാസ് ചെയ്തിട്ടുണ്ടാവുമോ, അതോ ഫിൽട്ടറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണോ? ഏത് തന്നെ ആയാലും ബോത്ത് ആർ ടെറിഫൈങ്. നമ്മൾ ഫിൽട്ടർ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളാണ് ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിനും കോളനി സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ആദ്യത്തെ സിവിലൈസേഷൻ. വി ആർ ഓൺ അവർ ഓൺ. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക്. ഇനി ഫിൽട്ടർ നമ്മുടെ മുന്നിലാണെങ്കിൽ വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദ എൻഡ്. ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിന് ശ്രമിച്ചിട്ട് അതിന് ഫെയിലായ എല്ലാ സിവിലൈസേഷനെയും പോലെ ആകാൻ നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പേടിക്കേണ്ട, ദിസ് ഇസ് ജസ്റ്റ് ഹൈപ്പോത്തസിസ്.